ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ക്രീം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ല മധുരം ഉണ്ടാവും. ഇത് ക്രീം ബിസ്ക്കറ്റ് കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്കായിട്ട് മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പാകത്തിനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയ പാൽ ഉപയോഗിക്കാം. ഇതിലേക്ക് കൂടുതലായിട്ട് പാൽ യൂസ് ചെയ്യരുത്. കുറച്ച് മാത്രം പാൽ ഉപയോഗിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്കോ അല്ലെങ്കിൽ ഫ്രീസറിലേക്കോ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വയ്ക്കണം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. റൗണ്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് ആയതുകൊണ്ട് ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനി ഫ്രീസറിലേക്ക് വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക് ആയാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഇത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മെൽറ്റാക്കി എടുത്താൽ മതി. മൈക്രോവേവിൽ വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആയാലും ഡാർക്ക് ചോക്ലേറ്റ് ആയാലും മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് പുറത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 സെക്കൻഡോ 10 സെക്കൻഡോ ഒക്കെ വീതം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. ഒന്നിച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 30 സെക്കൻഡ് 20 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെ വെച്ചിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ഷുഗർ ബോൾസോ ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തെടുത്തത് കൊണ്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നനവ് തോന്നുന്നത്. അത് കുഴപ്പമില്ല. ഇത് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നനവൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഡിപ്പ് ചെയ്തതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്